ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കലാത്തിയ പ്ലാന്റാണ്. കലാത്തിയ പ്ലാന്റ് എങ്ങനെ പിരിച്ചു വയ്ക്കാം അല്ലെങ്കിൽ മാറ്റി നടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, കണ്ട് മുഴുവനായി മനസ്സിലാക്കി നിങ്ങളും നല്ല രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുക. കലാത്തിയയ്ക്ക് പ്രത്യേക രീതിയിൽ ഒരു മിക്സറാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം കമഴ്ത്തി തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്നൊരു സൈഡിൽ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ 1, 2, 3 പിരിച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പം ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് അടർത്തി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ഒരു ചുവട് ഇനി ഇരിപ്പുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് അടർത്തിയെടുത്തത്. അപ്പോൾ അതിലേക്ക് ഒരു ശകലം സാഫ് വയ്ക്കണം. അതിൻ്റെ മുറിവിലോട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്കൊന്നും ഉണ്ടാകാത്ത വളർന്നു വരും. ഇതിനെ വീണ്ടും തിരിച്ച് പഴയതുപോലെ തന്നെ വയ്ക്കുകയാണ്. ഓട് കഷ്ണങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. കലാത്തിയയ്ക്ക് എപ്പോഴും വളരെ നല്ല രീതിയിൽ നീർവാർച്ചയുള്ള മിക്സറായിരിക്കണം എടുക്കുന്നത്. അപ്പോൾ കരിയില പൊടി, ചാണകപ്പൊടി, മണ്ണ്, മണൽ ഇത്രയും ഉപയോഗിച്ചാണ് ഞാനിതിൽ മിക്സർ ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ടത്തോടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ട് നല്ല ഒരു മിക്സർ ഉണ്ടാക്കിയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ജലാംശം നിൽക്കാതെ വാർന്നു പോകത്തക്ക രീതിയിൽ ഇതിൻ്റെ ഹോളുകൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. നേരത്തെ ചെടി നട്ടു വച്ചിരുന്നതാണ്, വേറെ മാറ്റി നട്ടപ്പോൾ ഒഴിഞ്ഞ ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹോളുകൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഇതാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ കറക്റ്റായി. ഇനി ഇതിനകത്ത് ഓട് കഷ്ണങ്ങൾ, ഈ ഹോള് മൂടത്തക്ക രീതിയിൽ ഓട് കഷ്ണം വയ്ക്കണം. രണ്ട് മൂന്ന് ഓട് കഷ്ണം കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം ഹോളുകളെല്ലാം നിവർന്ന് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു പോകും. ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മണ്ണ് കൂടുതലുണ്ടാവില്ല. അങ്ങനെയാണ്. ഇപ്പോൾ ഇനി ഇതിൽ ആദ്യ ശകലം മിക്സർ ഇടുക. പിന്നെ ഈ ചെടി വേരുകളൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. കാരണം ഉണങ്ങിയ വേരുകളൊന്നും ഇല്ല. ഇതിനെ പതിയെ ഈ വേരുകളൊക്കെ ഒന്ന് ചുരുട്ടി ഇതിനകത്ത് തന്നെ വെച്ചതിന് ശേഷം ഈ ഒരു ലെവലിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും മിക്സർ ഇട്ട് കൊടുക്കുക. ചെടി നല്ല ഭംഗിയായി നട്ട് കഴിഞ്ഞു. ഇനി ഇത് ഒരാഴ്ച നമ്മൾ നല്ല തണലുള്ള പോളി ഹൗസിലോ അല്ലെങ്കിൽ നല്ല ഷെയ്ഡുള്ള സ്ഥലത്തോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകളൊന്നും ചീത്തയാകാതെ അതുപോലെ തന്നെ നല്ല പച്ച ആയിട്ട് വളർന്നു വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.